ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിന്റെ 10-ാം ദിവസമായ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എവൻഗേലിസ്ത എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 34 വരെയുള്ള വേദഭാഗമാണ്. നമ്മുടെ കർത്താവ് പ്രകാശത്തെക്കുറിച്ചും കടുകുമണിയെക്കുറിച്ചും സ്വർഗരാജ്യത്തിന്റെ ഉപമയെ വ്യാഖ്യാനിക്കുന്ന ഒരു അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ താൽക്കാലികമായ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എപ്രകാരം പ്രകാശം ഉത്ഭവിക്കുന്നവരായി, പ്രകാശം പരത്തുന്നവരായി ജീവിക്കണം എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ് ഈ വേദഭാഗത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ. വിളക്ക് കത്തിച്ച് അത് പറയിൻ കീഴോ കട്ടിലിൻ കീഴോ അല്ല വെക്കേണ്ടത്, വിളക്കുതണ്ടിന്മേലത്രേ വെക്കേണ്ടത് എന്ന് ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ല മൂല്യങ്ങളെ ഉൾക്കൊണ്ട് അനുഗ്രഹീതരായി, പരിശുദ്ധ നോമ്പിന്റെ പുണ്യം പേറുന്നവരായി, ക്രിസ്തുവിന്റെ അനുകാരികളായി ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുന്ന സുലഭമായ നിമിഷമാണ് പരിശുദ്ധ വലിയ നോമ്പിന്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അന്ധകാരത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ നമ്മുടെ ജീവിതം പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ അന്ധകാരത്തിൽ നിന്ന് പുറത്തേക്ക് പറയിൻ കീഴോ കട്ടിലിൻ കീഴോ ആയിരുന്ന നമ്മുടെ ജീവിതങ്ങളെ വിളക്കുതണ്ടിന്മേൽ വെക്കുവാൻ ദൈവം നമ്മെ ഒരുക്കുന്ന അനുഭവമാണ് ഈ പരിശുദ്ധ വലിയ നോമ്പിന്റെ കാലഘട്ടം. ആ വിളക്കുതണ്ടിന്മേൽ എന്നാളും കത്തി നിൽക്കുവാൻ, പ്രശോഭിക്കുവാൻ, അനേകം പേർക്ക് ജീവിതത്തിന്റെ വഴികാട്ടികളായി തീരുവാൻ നമുക്ക് സാധ്യമാകണം. അതാണ് യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്നുള്ളത്. സ്വയം എരിഞ്ഞടങ്ങി അനേകം പേർക്ക് പ്രകാശമായ ക്രിസ്തുവിന്റെ ആ വെളിച്ചത്തിൽ തന്നെ നിലകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുന്നവരായി, ക്രിസ്തു സാക്ഷ്യം പകർത്തുന്നവരായി ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നോമ്പ് പ്രകാശിതമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിതത്തെ ശുദ്ധമാക്കുന്ന അനുഭവത്തിലൂടെ നമ്മുടെ ജീവിതചര്യകൾ ശുദ്ധമാക്കപ്പെടുവാൻ, വെടിപ്പാക്കപ്പെടുവാൻ, നമ്മുടെ ജീവിതത്തെ അപ്രകാരം ക്രമീകരിക്കുവാൻ, ശുദ്ധിയുള്ളതും നൈർമല്യമുള്ളതുമായ ജീവിതത്തിൽ നല്ല എണ്ണകൾ, അത് നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ ജീവിതത്തെ അപ്രകാരം ധർമ്മമുള്ളവയും മൂല്യമുള്ളവയും ആക്കി തീർക്കുമ്പോൾ അതിന്റെ പ്രകാശം 10 മടങ്ങ് വർദ്ധിച്ച് അനേകം പേർ ആ പ്രകാശത്തിൽ വസിക്കും എന്നുള്ളതിനും യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിതം അപ്രകാരം അനേകം പേർക്ക് പ്രകാശം നൽകുന്നതായി, സ്വയം പ്രകാശിക്കുന്നതായി തീരുവാൻ ഈ വലിയ നോമ്പിന്റെ അനുഭവം നമ്മെ പ്രത്യേകമായിട്ട് ഒരുക്കണം. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ത്രിവിധങ്ങളായ അരിഷ്ടതകളെ നോമ്പിന്റെ എല്ലാ പ്രൊമ്യൂൺ സദാകളിലും പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഈ 3 അരിഷ്ടതകളെ തരണം ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിന് എപ്പോഴും നമുക്ക് ബാധ്യതയുണ്ട് എന്നും ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രകാശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അന്ധകാരത്തെ തുടച്ചു നീക്കുവാൻ നമുക്ക് സാധ്യമാകും. അപ്രകാരം നമ്മുടെ ജീവിതത്തെ പ്രകാശത്തിൽ വസിപ്പിക്കുവാൻ, പ്രകാശത്തിൽ നമ്മൾ നടക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അതിന് നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ സൽഫലങ്ങളെ എപ്പോഴും നിറയ്ക്കുവാനും പ്രാവർത്തികമാക്കുവാനും നമുക്ക് സാധ്യമാകണം. പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ ആത്മാവിന്റെ സൽഫലങ്ങളെ വളരെ അനുഗ്രഹീതമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ സൽഫലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ജീവിതം കട്ടിലിൻ കീഴോ പറയിൻ കീഴോ അല്ല, മറിച്ച് വിളക്കുതണ്ടിന്മേൽ തന്നെ സുസ്ഥിരമായി നമുക്ക് സ്ഥാപിക്കുവാൻ സാധ്യമാകും. ഈ നോമ്പുകാലം അപ്രകാരം നമ്മുടെ ജീവിതത്തെ പ്രകാശപൂർണമാക്കുവാൻ സാധിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായിട്ട്, ഭൂമിയിലെ ഏറ്റവും ചെറിയ ഒരു വിത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന കടുകുമണി അത് വളർന്ന് വലുതായി പക്ഷികൾക്കും മറ്റുള്ളവർക്ക് നിഴലായി തീരുകയും ചെയ്യുന്ന ഒരു അനുഭവം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം ചെറുതായിരിക്കുന്നുവോ
അത്രത്തോളം ദൈവം നമ്മളെ ഉയർത്തും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ വളരുമ്പോൾ അനേകം പേർക്ക് തണലാകുവാൻ, അനേകം പേർക്ക് ആശ്വാസമാകുവാൻ നമ്മുടെ നോമ്പിന് സാധ്യമാകും. അതിലൂടെ നമ്മുടെ ജീവിതത്തെയും നമുക്ക് ഒരു വലിയ തണലിന്റെ അനുഭവം അനേകം പേർക്ക് പകരുവാൻ തക്കവണ്ണം സാധ്യമാകും എന്നും ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവ സ്വരൂപത്തിന്റെ തണലായി തീരുവാൻ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധ്യമാകണം. വലിയ ഒരു വൃക്ഷമായി അനേകം പേർക്ക് നന്മയുടെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ഒരുക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് എന്ന് പറയുന്നത്. അപ്രകാരം നമ്മുടെ ജീവിതത്തെ നോമ്പിനോട് ചേർത്ത് നമ്മൾ ധ്യാനിക്കുമ്പോൾ, നോമ്പ് നോറ്റ് ഉപവസിക്കുമ്പോൾ, ഒരു കടുകുമണിയാകുന്ന എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു വലിയ നിഴലായി തീരുവാൻ, അനേകം പേർക്ക് തണലായി തീരുവാൻ എൻ്റെ ജീവിതത്തെ ഈ നോമ്പിലൂടെ സാധ്യമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. അവിടെയാണ് പൗലോസ് ശ്ലീഹ പ്രത്യേകമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിർജീവമല്ലാത്ത വിശ്വാസവും നിർജീവമല്ലാത്ത പ്രവൃത്തിയും അവ രണ്ടും തമ്മിൽ അഭേദ്യമായി ബന്ധമുണ്ട്. ജീവനുള്ള വിശ്വാസവും ജീവനുള്ള പ്രവൃത്തിയും ഒരുമിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം എന്നാളും അനേകം പേർക്ക് തണലാകുവാനും ആശ്വാസമാകുവാനും സാധ്യമാകും എന്നും നമുക്ക് ആ വാക്യത്തിലൂടെ ധ്യാനിക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം നമ്മുടെ വലിയ നോമ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവരാജ്യത്തിന്റെ അനുഭവത്തെ ജീവിതത്തിൽ ഇവിടെ തന്നെ നമ്മൾ സൃഷ്ടിക്കുവാനും അതിലൂടെ അനേകം പേരെ ക്രിസ്തുവിലേക്ക് തിരിക്കുവാനും ക്രിസ്തുവിന്റെ സ്നേഹത്തെ പങ്കിടുവാനും അവന്റെ ജീവിതത്തെ മാതൃകയാക്കുവാനും നമ്മൾ സ്വയം ആദ്യമായി ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം മാതൃകയുള്ളതായി തീരും. അപ്രകാരം വിളക്കുതണ്ടിന്മേൽ വെക്കേണ്ട വിളക്കായി നമ്മുടെ ജീവിതത്തെ അനേകം പേർക്ക് പ്രകാശമാകുവാനും നമ്മുടെ ജീവിതമാകുന്ന കടുകുമണിയുടെ അനുഭവം കൊണ്ട് അനേകം പേർക്ക് നിഴലായി തീരുവാനും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ നാം ഏവരിലും ഉണ്ടാകട്ടെ എന്നും പ്രത്യാശിക്കുന്നു. ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.